റഷ്യ ഉക്രൈൻ വാർ നടക്കുന്ന സമയത്ത് അമേരിക്ക പറഞ്ഞയക്കുന്ന ഒട്ടുമിക്ക ആയുധങ്ങളും വർക്ക് ചെയ്യുന്നില്ല. നൈറ്റ് വിഷനുകൾ വർക്ക് ചെയ്യുന്നില്ല, ഡ്രോണുകൾ വർക്ക് ചെയ്യുന്നില്ല, കാനഡകൾ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ലിസ്റ്റുകളിൽ ഒരുപാട് കിടക്കുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള ആയുധങ്ങളുള്ള അമേരിക്ക പറഞ്ഞയക്കുന്ന വെപ്പൺസ് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അതിന് കാരണം അമേരിക്ക ഈ വെപ്പണുകളെല്ലാം ടെസ്റ്റ് ചെയ്യുകയാണ്. അമേരിക്കയിലുള്ള ഒരാൾക്ക് പോലും ഒന്നും സംഭവിക്കാതെ യുക്രൈനുകളുടെ ജീവൻ വെച്ചാണ് ഇവർ ഈ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അമേരിക്കക്ക് പേടിയാണ്. ഒരുപക്ഷെ യുക്രൈൻ വിജയിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ ടോപ്പ് ഗിയറുകളെല്ലാം യുക്രൈന്റെ കയ്യിലിരിക്കും. അങ്ങനെ ഒരു പക്ഷേ അമേരിക്കയും യുക്രൈനും ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ എന്തായാലും അമേരിക്കക്ക് ഭയങ്കര ക്ഷീണം തന്നെ അത് വരുത്തും. ഇതിനുദാഹരണമായി അമേരിക്ക അഫ്ഗാനിസ്ഥാൻ പ്രശ്നം വന്ന സമയത്ത് അമേരിക്ക ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുത്തയച്ചത് താലിബാൻ എന്ന് പറയുന്ന സംഘടനയുടെ കയ്യിലായിരുന്നു. പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ അമേരിക്കയും താലിബാനും തമ്മിൽ യുദ്ധം വരികയും അമേരിക്കക്ക് വളരെ കനത്ത നഷ്ടം തന്നെ ആ ഒരു യുദ്ധത്തിൽ വരികയും ചെയ്തു. ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇന്ത്യ അമേരിക്ക സഹായിക്കാൻ ചാൻസ് ഉണ്ട്, പക്ഷേ അത് അതിരുവിട്ടുകൊണ്ടാവില്ല. ഇതിന് കാരണം ഇന്ത്യ ഒന്നാമതേ ലോകത്തിലെ ഏറ്റവും ശക്തരായ രാജ്യങ്ങളിൽ ഒന്നാണ്. അതിനു പുറമെ അമേരിക്കയുടെ ടോപ്പ് ഗിയർ സംവിധാനങ്ങളും കൂടി കിട്ടുമ്പോൾ ഇന്ത്യക്ക് കുറച്ചുകൂടി ശക്തി ഏറുകയായിരിക്കും. അങ്ങനെ ഇന്ത്യയും യു എസും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം എവിടെയെങ്കിലും വരികയാണെങ്കിൽ യു എസിന് അത് നഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ട ഷോർട്സിൽ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യുക. യുദ്ധം എന്നത് രണ്ട് രാജ്യത്തിനും നഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ യുദ്ധത്തെ ഒരിക്കലും നമ്മൾ പ്രൊമോട്ട് ചെയ്യരുത്. യുദ്ധങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ.